കേരള PSCയുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം ഉയർന്നു വന്നിരിക്കുകയാണ്. അത് പ്രധാനമായും PSC പരീക്ഷയുമായി ബന്ധപ്പെട്ട് മൂല്യനിർണ്ണയത്തിൽ വലിയ ക്രമക്കേട് നടന്നുവെന്നാണ് ഉയർന്നു വരുന്ന പരാതി. ഈ പരാതി ഉദ്യോഗാർത്ഥികൾ നൽകിയതാണ്. കഴിഞ്ഞ വർഷം നടന്ന ചീഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പരീക്ഷയിലാണ് വ്യാപക ക്രമക്കേട് നടന്നത്. പ്ലാനിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട ഉന്നത തസ്തികയിലുള്ള ഒരു പരീക്ഷയാണ്. ഈ പരീക്ഷയിൽ പ്രത്യേകിച്ചും 1 ലക്ഷത്തിലധികം രൂപ ശമ്പളം ലഭിക്കേണ്ട ഒരു ജോലിയാണ്. അത് ഒരു വേക്കൻസിയിലാണ് വന്നിരിക്കുന്നത്. ആ വേക്കൻസിയിൽ ജോലിയിൽ പ്രവേശിച്ചിരുന്നത് ഒരു ഇടത് സഹയാത്രികനായ ഒരു വ്യക്തിയാണ്. അത് വലിയ സംശയത്തിനിടയാക്കി. ഉദ്യോഗാർത്ഥികൾ അത് പരാതിയുമായി മുന്നോട്ട് പോയി. ഇടത് യൂണിയനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന അരുൺ എന്ന വ്യക്തിക്കാണ് ഈ ജോലി ലഭിച്ചത്. അതുമാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് റിസൾട്ട് പുറത്തുവിട്ടപ്പോൾ അതിൽ എത്ര മാർക്കാണ്, റാങ്ക് എങ്ങനെയാണെന്ന അടിസ്ഥാനത്തിലായിരുന്നില്ല. റാങ്ക് പട്ടിക സാധാരണ രീതിയിൽ പ്രസിദ്ധീകരിക്കുകയായിരുന്നു. ഇത് സംശയം തോന്നിയ ഉദ്യോഗാർത്ഥികൾ ചോദ്യം ഉയർത്തിയത് അവരുടെ ഉത്തരക്കടലാസിൻ്റെ പകർപ്പ് വേണമെന്നായിരുന്നു. എന്നാൽ PSC ഓരോ ഒഴിവുകൾ പറഞ്ഞ് അത് ഒഴിവാക്കിയിരുന്നു. 1 വർഷം നീണ്ടുപോകുന്ന സാഹചര്യമായി. അതിനുശേഷമാണ് ഉദ്യോഗാർത്ഥികൾ വിവരാവകാശ നിയമപ്രകാരം അവർ ഈ ചോദ്യപേപ്പർ അതുമായി ബന്ധപ്പെട്ട അവരുടെ ഉത്തരക്കടലാസുമെല്ലാം കൃത്യമായി കണ്ടെത്തിയത്. ഉത്തരക്കടലാസിൽ 10 ചോദ്യങ്ങളടക്കം അതിൽ തിരുത്തിയിരുന്നില്ല, അത് മൂല്യനിർണ്ണയത്തിന് ഉപയോഗപ്പെടുത്തിയിരുന്നില്ല എന്നുള്ള കാര്യം കണ്ടെത്തി. ഇതോടെയാണ് വ്യാപകമായ ഒരു ക്രമക്കേട് ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കിയത്. ഇതിനുശേഷം ഉദ്യോഗാർത്ഥികൾ ട്രിബ്യൂണലിനെ സമീപിച്ചു. ട്രിബ്യൂണൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവിറക്കി. വളരെ വേഗത്തിൽ തന്നെ PSC ഇതുമായി ബന്ധപ്പെട്ട ഒരു മറുപടി നൽകണമെന്നായിരുന്നു. അതായത് PSC ഈ റാങ്ക് പട്ടിക പുറത്തുവിട്ട 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ തസ്തികയിലേക്ക് ആളെ നിയമിക്കുകയായിരുന്നു. അതും വലിയ സംശയത്തിനിടയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ PSC വെട്ടിലാകുന്നൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ ഈ പരീക്ഷയുടെ ഇൻ്റർവ്യൂവിൽ PSC ചെയർമാൻ അടക്കം ഉൾപ്പെട്ടിരുന്നു എന്നുള്ള ആരോപണം കൂടി ഉയരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടത് പശ്ചാത്തലവും ഈ ജോലി ലഭിച്ചയാളുടെ ഇടത് പശ്ചാത്തലവും ഒക്കെ പരിശോധിക്കുമ്പോൾ വലിയ ഒരു ക്രമക്കേട് നടന്നതായി തന്നെയാണ് ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലാക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെയാണ് അതൊരു പരാതിയായി വരുന്നത്. പരീക്ഷയ്ക്ക് 100 മാർക്കിൻ്റെ 2 പേപ്പറുകളാണ്. അതിൽ രണ്ടാമത്തെ പേപ്പറിൽ 28 മാർക്ക് വരുന്ന വിധത്തിൽ 28 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്തിയിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏതായാലും PSC ഇപ്പോൾ ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. PSC അതിനുശേഷം ഈ മൂല്യനിർണ്ണയം വീണ്ടും നടത്തും. പുനർമൂല്യനിർണ്ണയത്തിലേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്രമക്കേട് നടന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ശക്തമായി തുടരുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.